ഏറ്റവും കൂടുതൽ കേൾക്കുന്ന പാട്ടുകൾ അപ്പൊ എങ്ങനെയായിരിക്കും? ദിവ്യയുടെ പേഴ്സണൽ ഫേവറേറ്റ്സ് എന്താ, എങ്ങനത്തെ പാട്ടുകളാ? കൂടുതലും മെലഡി തന്നെയാണ് കേൾക്കാറ്. ബിക്കോസ് നമ്മള് ശരിക്കും പറഞ്ഞത് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ കാറിൽ പോകുമ്പോ അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യുമ്പോ കുറച്ച് അപ്ബീറ്റ് സോങ്സ് കേൾക്കാൻ ഇഷ്ടം. അപ്പൊ കുറച്ച് എനർജറ്റിക് ആയിട്ട് ഇരിക്കാൻ. പിന്നെ ഈവനിങ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ദർ ആർ ടൈംസ്, അത് ഓരോ സമയത്ത് നമ്മുടെ മൂഡ് പോലെ ആയിരിക്കും. ഇപ്പൊ ഇഫ് ദ ഹോൾ ഡേ ഹാസ് ബീൻ വെരി ബിസി, അപ്പൊ പാട്ട് കേൾക്കുമ്പോ കുറച്ച് സമാധാനമുള്ള സോഫ്റ്റ് ആയിട്ടുള്ള, മോർണിംഗ്സ് ആണെങ്കിൽ കുറച്ചൊരു ഭക്തി മൂഡൊക്കെ പോകും. ഒന്നെങ്കിൽ ഡിവോഷണൽ സോങ്സ്, അല്ലെങ്കിൽ പറയും മെഡിറ്റേറ്റീവ് സോങ്സ് ഒക്കെ. ഇപ്പൊ നമുക്ക് കുറെ സോഴ്സസ് ഉണ്ടല്ലോ കേൾക്കാൻ. പണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കൊരു കാസറ്റോ അല്ലെങ്കിൽ CD മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് എവറിത്തിങ് ഇസ് ജസ്റ്റ് വൺ ക്ലിക്ക്. അപ്പൊ നമുക്ക് ആവശ്യമുള്ള ജസ്റ്റ് കീവേഡ്സ് മാത്രം അടിച്ചു കൊടുത്താൽ മതി. അപ്പൊ അങ്ങനത്തെ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ യുവർ മൂഡ്, ഇറ്റ് കീപ്സ് ചേഞ്ചിങ്. ഇപ്പൊ എപ്പോഴും ഞാൻ ഇങ്ങനത്തെ ഒരു ടൈപ്പ് പാട്ടാ കേൾക്കണമെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ വെസ്റ്റേൺ കേൾക്കും, ചില സമയത്ത് വെസ്റ്റേൺ സോങ്സ് കേൾക്കാൻ ഒരു മൂഡ് വരും. അവർ എന്തൊക്കെ മോഡുലേഷൻസ് ചെയ്യുന്നത്, അത് ഭയങ്കര ഒരു ലേണിംഗ് ഫേസ് മാതിരിയാണ്. അതായത് വെറുതെ കേൾക്കണതല്ല, അവരിത് എങ്ങനെയാ ചെയ്യണത്. ബിക്കോസ് അവര് കുറെ കൈൻഡ്സ് ഓഫ് മോഡുലേഷൻസ് ചെയ്യും, യോഡ്ലിങ്ങും. പിന്നെ അല്ലാണ്ട് തന്നെ അവരുടെ ഫുൾ വെസ്റ്റേൺ സിംഗിങ് തന്നെ കുറച്ച് ഡിഫറെന്റ് ആണ്, നമ്മുടെ പോലെയല്ല. അവർ കുറച്ചുകൂടി എക്സ്പ്ലോർ ചെയ്യും. ആൻഡ് ഇറ്റ്സ് നോട്ട് വെരി ഈസി ഓൾസോ. അപ്പൊ അതിങ്ങനെ ചിലപ്പോ ഇങ്ങനെ കേട്ട് ഒബ്സർവ് ചെയ്യാൻ നോക്കും അവരത് എങ്ങനെയാണ് ഇംപ്ലൈ ചെയ്യണേ എന്നുള്ളത്.